ഒരു മതത്തിന് ദൈവമില്ലാതെ, ആത്മാവില്ലാതെ, സ്വർഗമില്ലാതെ എങ്ങനെ നിലനിൽക്കാൻ കഴിയും? പക്ഷേ അതേസമയം തന്നെ മറ്റു മതങ്ങളിലെ ദൈവങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളാനും അതിനെങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങൾ തന്ന ഈ വിവരങ്ങൾ മുന്നിലിരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഈ ഒരു വൈരുദ്ധ്യമാണ്. ഇതാണ് നമ്മളിന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇതൊരു വലിയ ചോദ്യമാണ്. ബുദ്ധമതത്തിന്റെ ഈ രണ്ട് മുഖങ്ങളും ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ സൗന്ദര്യം നമുക്ക് പിടികിട്ടുന്നത്. അതെ, ഒന്ന്, ഒരു തത്വശാസ്ത്രം എന്ന നിലയിൽ അതിൻ്റെ കാതൽ. പിന്നെ രണ്ട്, ഒരു ലോകമതം എന്ന നിലയിൽ അത് കാണിക്കുന്ന ഒരു അപാരമായ പൊരുത്തപ്പെടൽ. തീർച്ചയായും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് ഈ യാത്ര തുടങ്ങാം. പദ്ധതി എന്തുകൊണ്ടാണ് ബുദ്ധൻ ദൈവമെന്ന ആശയത്തെ പൂർണ്ണമായിട്ട് അങ്ങ് നിരസിച്ചത്? പലർക്കും അതൊരു ആശ്വാസമല്ലേ? അതെ, ബുദ്ധന്റെ കാഴ്ചപ്പാടില് ആ ആശ്വാസം ഒരു ദുർബലതയുടെ ലക്ഷണമാണ്. അതായത്, മനുഷ്യൻ പരിമിതനാണല്ലേ, ശക്തിയില്ലാത്തവനാണ്. താൻ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു, ഇതൊന്നും അവൻ അറിയില്ല. ഒരു അരക്ഷിതാവസ്ഥ. അതെ, ആ അരക്ഷിതാവസ്ഥയിൽ ഒരു താങ്ങായിട്ട്, ഒരു സുരക്ഷാബോധത്തിനു വേണ്ടി മനുഷ്യൻ തന്നെ കണ്ടെത്തുന്ന ഒന്നാണ് ദൈവം. അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ നിയന്ത്രിക്കാനും പരിപാലിക്കാനും മുകളിൽ ഒരാൾ ഉണ്ട് എന്ന ചിന്ത. അതൊരു ധൈര്യം കൊടുക്കുമല്ലോ. തീർച്ചയായും. പക്ഷേ ആ വിശ്വാസം അവർക്ക് സമാധാനം നൽകുന്നുണ്ടെങ്കിൽ പിന്നെ അതിലെന്താണ് തെറ്റ്? ബുദ്ധന്റെ കാഴ്ചപ്പാടിൽ ആശ്വാസം നൽകുന്ന ഒരു വിശ്വാസം പോലും ഒരു സ്ലാബ് ഓതാണോ? അതൊരു മികച്ച ചോദ്യമാണ്. ബുദ്ധൻ അതിനെ തെറ്റ് എന്ന് പറയുന്നില്ല, മറിച്ച് അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് പറയുന്നത്. തെറ്റിദ്ധാരണ? അതെ. നിങ്ങൾ തന്ന ഒരു ലേഖനത്തിൽ പറയുന്ന ആ പൈലറ്റ് ഇല്ലാത്ത വിമാനത്തിന്റെ ഉദാഹരണം ഇവിടെ, അത് വളരെ പ്രസക്തമാണ്. ശരിയാണ്. നിങ്ങളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, പെട്ടെന്നൊരു അറിയിപ്പ് വരുന്നു, ഈ വിമാനത്തിന് പൈലറ്റ് ഇല്ല. സ്വാഭാവികമായും യാത്രക്കാർ പരിഭ്രാന്തരാകും, ആകെ ബഹളമാകും. അതെ. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയുന്നു, പരിഭ്രമിക്കേണ്ട, വിമാനം റിമോട്ടിലാണ് നിയന്ത്രിക്കുന്നത്, താഴെ ഒരു പൈലറ്റ് ഉറപ്പായുമുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ഈ വിശ്വാസം എല്ലാവർക്കും വലിയൊരു സമാധാനം കൊടുക്കും. ശരിയാണ്. പക്ഷേ അതുകൊണ്ട് പൈലറ്റ് അവിടെ ഉണ്ടെന്ന് അർത്ഥമില്ലല്ലോ. ആ വിശ്വാസം നമ്മുടെ ഭയത്തെ ഒന്ന് മറച്ചുപിടിക്കാൻ സഹായിക്കുന്നു, അത്രമാത്രം. പക്ഷെ ഭയത്തിന്റെ അടിസ്ഥാന കാരണത്തെ അതില്ലാതാക്കുന്നില്ല. ദൈവമെന്നതും ഇതുപോലൊരു താങ്ങു മാത്രമാണെന്നാണ് ബുദ്ധൻ പറഞ്ഞത്. ആധുനിക ചിന്തയുമായി ഇതിനൊരു ബന്ധം കാണുന്നുണ്ട്. കാരണം പിന്നീട് വന്ന പല ചിന്തകരും ദൈവത്തെ ഒഴിവാക്കിയപ്പോൾ ആ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു. വളരെ ശരിയാണ്. ആ ഒരു ശൂന്യത അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതെ. നിങ്ങൾ നോക്കൂ, കാൾ മാർക്സ് ദൈവത്തെ ഉപേക്ഷിച്ചു, പക്ഷേ ചരിത്രത്തെ ഒരുതരം ദൈവമാക്കി മാറ്റി. കമ്മ്യൂണിസം ഒരു ചരിത്രപരമായ അനിവാര്യതയാണെന്ന് ചരിത്രം തീരുമാനിച്ചുവെന്നാണ് അദ്ദേഹം വാദിച്ചത്. ഫ്രോയിഡിനത് അബോധ മനസ്സായിരുന്നു. നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന ആ കാണാമറയത്തെ ശക്തി. ശരിയാണ്. ഡാർവിന് അത് പ്രകൃതി നിർദ്ധാരണവും. അതുതന്നെ. ഇവയെല്ലാം ഒരേ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നതുപോലെയാണ്, ദൈവത്തിനു പകരം വെച്ച പുതിയ ദൈവങ്ങൾ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ കമ്മ്യൂണിസവും ഒരുതരം മതം പോലെയാണെന്നാണോ? ചരിത്രമെന്ന ദൈവവും കമ്മ്യൂണിസ്റ്റ് സമൂഹമെന്ന സ്വർഗവും. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. അതേ രീതിയിൽ ചിന്തിക്കാം. അപ്പോൾ സ്വർഗമെന്ന ആശയത്തെയും ബുദ്ധൻ ഇതേപോലെയാണ് കാണുന്നത്. അതെങ്ങനെയാണ്? സ്വർഗം എന്നത് നമ്മുടെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുടെ ഒരു സിനിമാ സ്ക്രീനിലേക്കുള്ള പ്രൊജക്ഷൻ മാത്രമാണ്. ഈ ജീവിതത്തിൽ നടക്കാത്തതെല്ലാം അവിടെ നടക്കും എന്ന് നമ്മൾ അങ്ങ് സങ്കല്പിക്കുന്നു. ഇന്ത്യയിലെ കൽപ്പവൃക്ഷം എന്ന സങ്കല്പം പോലെ. കൃത്യമായി. അതിനിടയിലിരുന്ന് എന്താഗ്രഹിച്ചാലും ഉടൻ നടക്കും. പക്ഷേ ആഗ്രഹങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നാണ് ബുദ്ധൻ നമ്മളെ പഠിപ്പിച്ചത്. അതിനൊരിക്കലും പൂർണ്ണമായ തൃപ്തി നൽകാനാവില്ല. ഇവിടെയാണ് ഈ മുതലാളിത്തവും മറ്റു മതങ്ങളും നൽകുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് ബുദ്ധൻ ശരിക്കും വ്യത്യസ്തനാകുന്നത്. അവർ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാം എന്നാണ്. പക്ഷെ ബുദ്ധൻ പറയുന്നു അത് സാധ്യമല്ലെന്ന്. അതെ, കാരണം ആഗ്രഹത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ഒരിക്കലും തൃപ്തിപ്പെടാതിരിക്കുക എന്നതാണ്. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ ചക്രവാളത്തെ പിന്തുടരുന്നത് പോലെയാണ്. എത്ര അടുത്തേക്ക് പോയാലും ദൂരം ഒട്ടും കുറയില്ല. അത് ശരിയാണ്. ഒരു പുതിയ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മോഡൽ എപ്പോൾ ഇറങ്ങുമെന്ന ചിന്ത തുടങ്ങുകയായി. ആ ആഗ്രഹം ഒരിക്കലും തീരുന്നില്ല. കൃത്യമായി. നിങ്ങൾ 10,000 രൂപ ആഗ്രഹിക്കുന്നു, അത് കിട്ടുമ്പോൾ 20,000 വേണമെന്ന് തോന്നും. ആ വിടവ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. ശരിയാണ്. ഇവിടെയാണ് നമ്മുടെ ഉറവിടങ്ങൾ പറയുന്ന ഒരു രസകരമായ കാര്യം. ഈ വിഷയത്തിൽ ഭൗതികവാദികളും, അതായത് മെറ്റീരിയലിസ്റ്റ്സ്,
പിന്നെ ആത്മീയവാദികളും ഒരേപോലെയാണെന്ന് ബുദ്ധൻ പറയുന്നു. അതെങ്ങനെ? രണ്ടും രണ്ട് ദിശയിലല്ലേ? ഒരാൾ പറയുന്നു, ഈ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാം. മറ്റൊരാൾ പറയുന്നു, ഈ ജീവിതത്തിൽ ഇല്ലെങ്കിലും മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാം. ബുദ്ധന്റെ കാഴ്ചപ്പാടിൽ ഇവർ രണ്ടുപേരും ഒരേ കച്ചവടമാണ് നടത്തുന്നത്. ഓ, കാരണം രണ്ടുപേരും ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഒന്നിവിടെ, മറ്റേതവിടെ. അതെ. എന്നാൽ ബുദ്ധന്റെ വഴി ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല, അതിന്റെ സ്വഭാവം മനസ്സിലാക്കി അതിൽ നിന്ന് മോചിതനാകാനാണ്. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഒരാവശ്യമാണ്, ഒരു നീഡ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം തന്നെ വേണമെന്ന വാശി, അതൊരു ആഗ്രഹമാണ്, എ ഡിസയർ. ആ ആഗ്രഹമാണ് ദുരിതത്തിന് കാരണം. ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനാകുമ്പോൾ നിങ്ങൾ തൃപ്തനാകുന്നു. ദൈവവും സ്വർഗവുമില്ല എന്ന ആശയം ഒരു തരത്തിൽ മനസ്സിലാക്കാം. പക്ഷേ ഞാനില്ല എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. എൻ്റെ ചിന്തകൾ, എൻ്റെ ഓർമ്മകൾ, ഇതെല്ലാം ചേർന്ന ഞാൻ ഒരു മിഥ്യയാണെന്ന് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഇതാണ് ഈ ആശയങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ശരിയാണ്. അതാണ് അനാത്മ എന്ന ബുദ്ധന്റെ ഏറ്റവും ആഴമുള്ള കണ്ടെത്തൽ. നമ്മൾ ഓരോരുത്തരും വേറിട്ട് നിൽക്കുന്ന സ്ഥിരമായൊരു ഞാനുള്ള വ്യക്തികളല്ല, മറിച്ച് ഒരു വലിയ ബോധസമുദ്രത്തിന്റെ ഭാഗമായ ഓളങ്ങൾ പോലെയാണെന്നാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. ഓളങ്ങളോ? എന്നൊരു മിഥ്യാബോധം നമുക്കുണ്ടാകുന്നു. ഈ വേർതിരിവാണ് ഞാൻ അഥവാ അഹം എന്ന ചിന്തയ്ക്ക് അടിസ്ഥാനം. ഇതിന് നമ്മുടെ കയ്യിലുള്ള ഒരു ലേഖനത്തിൽ നല്ലൊരു ഉപമയുണ്ട്, ആ ഭൂപടത്തിന്റെ ഉപമ. അതെ, ഒരു ലോകഭൂപടം നോക്കിയാൽ നിങ്ങൾക്ക് ഇന്ത്യ, അമേരിക്ക, ചൈന എന്നിങ്ങനെ പല രാജ്യങ്ങളും അവയുടെ അതിരുകളും വ്യക്തമായിട്ട് കാണാം. എന്നാൽ നിങ്ങളൊരു വിമാനത്തിൽ ഇങ്ങനെ പറക്കുമ്പോൾ താഴേക്ക് നോക്കിയാൽ ആ വരകൾ കാണുമോ? ഇല്ലില്ല, അതൊന്നും കാണില്ല. അതെല്ലാം മനുഷ്യൻ വെറുതെ വരച്ച വരകളാണ്. ഭൂമി ഒന്നായിട്ടാണ് കിടക്കുന്നത്. അതുതന്നെ, ആഴത്തിൽ എല്ലാം ഒന്നാണ്, ഒരൊറ്റ ഭൂമിയാണ്. അതുപോലെ ഉപരിതലത്തിൽ നമ്മൾ വ്യത്യസ്തരാണെന്ന് തോന്നുമെങ്കിലും നമ്മുടെ എല്ലാം സത്ത ഒന്നാണ്. ഞാൻ എന്നത് ആ ഭൂപടത്തിലെ വരകൾ പോലെ ഒരു സങ്കല്പം മാത്രമാണ്. ഈ ഞാൻ എന്ന ചിന്തയാണ് എന്റേത് എന്ന ചിന്തയിലേക്കും അവിടെ നിന്ന് മത്സരങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും നയിക്കുന്നത്. ഒരു നിമിഷം, ഈ ഞാനില്ല എന്ന അവസ്ഥയിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ മറ്റു മതങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ബുദ്ധമതത്തിന്റെ കഴിവിന്റെ തുടക്കം. അതെ, കാരണം എന്റെ വഴി മാത്രമാണ് ശരി എന്ന് വാദിക്കാൻ ഒരു ഞാൻ അവിടെ ഇല്ല. ഇത് പെട്ടെന്ന് എനിക്കൊരു പുതിയ ഉൾക്കാഴ്ച തരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അവിടെയാണ് ഈ രണ്ടു ഭാഗങ്ങളും തമ്മിൽ ചേരുന്നത്. പുരാതന ഇന്ത്യയിലെ ആത്മീയ മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ ബുദ്ധന്റെ ഈ സമീപനം എത്രത്തോളം വിപ്ലവകരമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റു പലരും പരിവർത്തനം ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന നിലപാടെടുത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഇത്. ശരിയാണ്. അധികാരവുമായി ബന്ധപ്പെട്ട മതങ്ങൾക്ക് ഇത് അപകടകരമായിരുന്നു. എന്നാൽ ബുദ്ധനൊരു പ്രവാചകനോ ദൈവത്തിന്റെ മകനോ ആയിരുന്നില്ല. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ഒരു വൈദ്യനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനെ പോലെ. എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്, നിങ്ങളത് സ്വയം പരീക്ഷിച്ചു നോക്കൂ, ഫലമുണ്ടോ എന്ന് സ്വയം വിലയിരുത്തൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഇത് വ്യക്തമാക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ, അദ്ദേഹത്തെ എതിർക്കാൻ വന്ന പുരോഹിതരുമായുള്ള സംഭാഷണം. ഓ, അതുതന്നെ. അവിടെ അദ്ദേഹം ദൈവമുണ്ടോ ഇല്ലയോ എന്ന് തർക്കിക്കാൻ നിന്നില്ല. ഇല്ല, അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഭ. തർക്കിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പകരം ബുദ്ധൻ അവരോട് വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ വർഷങ്ങളായി ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു, കൊള്ളാം. പക്ഷേ ഒരു ചോദ്യം, നിങ്ങളുടെ ഈ ആചാരങ്ങൾ നിങ്ങളുടെ ദുരിതങ്ങൾ അവസാനിപ്പിച്ചോ? നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം കൊണ്ടുവന്നോ? ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് അദ്ദേഹം ചർച്ചയെ വിശ്വാസത്തിൽ നിന്ന് അനുഭവത്തിലേക്ക് മാറ്റി. അതെ, ഫലത്തിലേക്ക് മാറ്റി. നിങ്ങളുടെ സിദ്ധാന്തം ശരിയാണോ തെറ്റാണോ എന്നല്ല, അത് പ്രായോഗികമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് ശരിക്കും. അതുപോലെ അഗ്നിയെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ കാണാൻ വന്നു. അവരുടെ ആചാരം തെറ്റാണെന്ന് പറഞ്ഞ് അവരെ മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചില്ല. പകരം ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ അഗ്നി ആരാധന തുടർന്നോളൂ, അത് നല്ലതാണ്. പക്ഷെ പുറത്തുള്ള തീയിനെ ആരാധിക്കുന്നതിനൊപ്പം ക്രോധം, അത്യാഗ്രഹം, വെറുപ്പ് തുടങ്ങിയ ഉള്ളിലെ തീയിനെ നിയന്ത്രിക്കാനും പഠിക്കൂ.
അതായത് അവരുടെ വിശ്വാസത്തെ തകർക്കുകയല്ല, അതിന് പുതിയൊരു ആഴവും അർത്ഥവും നൽകുകയാണ് ചെയ്തത്. അതെ, അവരുടെ ലോകത്തെ കൂടുതൽ വിശാലമാക്കുകയാണ് ചെയ്തത്. ഈയൊരു സമീപനം ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ബുദ്ധമതം മറ്റു സംസ്കാരങ്ങളിലേക്ക് ചെന്നപ്പോൾ അവയെ നശിപ്പിക്കുന്നതിന് പകരം അവയുമായി ഇഴുകിച്ചേർന്നു. തീർച്ചയായും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബുദ്ധമതം ചൈനയിലെത്തിയപ്പോൾ അവിടുത്തെ താവോയിസവുമായും കൺഫ്യൂഷനിസവുമായും അത് ഇടകലർന്നു. അവയെ മാറ്റിസ്ഥാപിക്കാൻ ശ്രമിച്ചില്ല. അതിന്റെ ഫലമായിട്ടാണ് സെൻ ബുദ്ധിസം പോലുള്ള പുതിയ ചിന്താധാരകൾ ഉണ്ടായത്. അതെ, അത് താവോയിസത്തിന്റെയും ബുദ്ധിസത്തിന്റെയും ഒരു സങ്കലനമാണ്. ജപ്പാനിലെ ഉദാഹരണം ഇതിലും രസകരമാണ്. ഒരേ ക്ഷേത്രത്തിൽ 2 മതങ്ങൾ ഒരുമിച്ച്. അതെ, ഇന്നും ജപ്പാനിൽ നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഒരേ കോമ്പൗണ്ടിൽ ഷിൻഡോ ദൈവങ്ങളെയും ബുദ്ധനെയും ആരാധിക്കുന്നത് കാണാം. അതെങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? ഒരു വൈരുദ്ധ്യമല്ലേ അത്? അവർക്കതല്ല. ഒരാൾ ഒരേ ക്ഷേത്രത്തിൽ കയറി ആദ്യം ഷിൻഡോ ദൈവത്തിനു മുന്നിൽ ഈ ജീവിതത്തിലെ വിജയത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശേഷം അപ്പുറത്തുള്ള ബുദ്ധവിഗ്രഹത്തിനു മുന്നിലെ മണിമുഴക്കി ആന്തരിക സമാധാനത്തിനായി ധ്യാനിക്കുന്നു. ഒന്ന് ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങൾക്കും മറ്റൊന്ന് ആന്തരിക മോചനത്തിനും. ബുദ്ധമതം അവിടെ ഒരു എതിരാളിയായില്ല, മറിച്ചൊരു പൂരകമായി മാറി. ഗ്രീക്ക് സംസ്കാരവുമായി ചേർന്നപ്പോൾ അപ്പോളോ ദേവന്റെ രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആദ്യത്തെ ബുദ്ധ പ്രതിമകൾ ഉണ്ടായതെന്നും ഈ സോഴ്സുകളിൽ പറയുന്നുണ്ട്. അതെ, ഗാന്ധാര ശില്പകല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഓരോ സംസ്കാരവുമായും ഇടപഴകിയപ്പോൾ ബുദ്ധമതം ആ സംസ്കാരത്തിൻ്റെ നിറവും രൂപവും സ്വീകരിച്ചു, അതിനെ കൂടുതൽ സമ്പന്നമാക്കി. പക്ഷേ ഇതിൻ്റെയെല്ലാം ഏറ്റവും വലിയ ചരിത്രപരമായ ഉദാഹരണം ഒരുപക്ഷേ അശോക ചക്രവർത്തി തന്നെയായിരിക്കും. കലിംഗ യുദ്ധത്തിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ച അശോകൻ. അതെ, പക്ഷേ അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുന്നത്. അശോകൻ ബുദ്ധമതം സ്വീകരിച്ച ശേഷം തൻ്റെ സാമ്രാജ്യത്തിൽ ബുദ്ധമതത്തിനു വേണ്ടി മാത്രമല്ല സ്തൂപങ്ങൾ പണിതത്. അദ്ദേഹം മറ്റു മതവിഭാഗങ്ങൾക്കും ബ്രാഹ്മണർക്കും ജൈനർക്കും എല്ലാവർക്കും വേണ്ടി സ്മാരകങ്ങളും ഗുഹകളും പണിതു. ചരിത്രത്തിലെ മതസ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ മഹത്തായ പ്രഖ്യാപനം അത് തന്നെ. തൻ്റെ ശിലാശാസനങ്ങളിൽ അദ്ദേഹം എഴുതി, മറ്റൊരാളുടെ മതത്തെ നിന്ദിക്കുന്നവൻ യഥാർത്ഥത്തിൽ സ്വന്തം മതത്തെയാണ് നിന്ദിക്കുന്നത്. എല്ലാ വഴികളും സത്യത്തിലേക്ക് നയിക്കാം എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോ നമ്മൾ തുടങ്ങിയ ആ വൈരുദ്ധ്യത്തിനൊരു ഉത്തരമായിക്കൊണ്ടിരിക്കുന്നു. ദൈവമില്ലാത്ത, ആത്മാവില്ലാത്ത ഒരു മതം. കാരണം അതിന്റെ അടിസ്ഥാനത്തില് ഞാൻ എന്നൊന്നുമില്ല. ആ ഞാൻ ഇല്ലാത്തതുകൊണ്ട് എന്റെ വഴി മാത്രം ശരി എന്ന വാദവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വഴികളെയും ഉൾക്കൊള്ളാൻ അതിന് സാധിക്കുന്നു. വളരെ ശരിയാണ്. ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുന്ന തത്വങ്ങളിൽ നിന്ന് ഏത് മതവിശ്വാസിക്കും ഉപയോഗിക്കാവുന്ന പ്രായോഗികമായ ഉപകരണങ്ങൾ, ടൂൾസ് നൽകുന്ന ഒരു രീതിയായി അത് മാറി. ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് പ്രധാനമായി എന്തെല്ലാം ഉൾക്കാഴ്ചകളാണ് ലഭിക്കുന്നത്? ഒരു 3 പറയാം. ഒന്ന്, ഉത്തരം നൽകുന്നതിനു പകരം ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലാണ് യഥാർത്ഥ ജ്ഞാനം. ദൈവമുണ്ടോ എന്നതിനേക്കാൾ പ്രധാനം എന്റെ ദുരിതം എങ്ങനെ കുറയ്ക്കാം എന്ന ചോദ്യമാണ്. ശരിയാണ്. രണ്ടാമത്തേത് ആ അഗ്നി ആരാധകരുടെ കഥയിലുണ്ട്. അതെ. 2, ഒരു വിശ്വാസത്തെ തകർക്കുന്നതിനേക്കാൾ എളുപ്പവും ശക്തവും അതിനെ കൂടുതൽ വിശാലമാക്കുന്നതാണ്. ഉള്ളിലെ തീയെക്കുറിച്ച് സംസാരിച്ച് ബുദ്ധൻ അവരുടെ ലോകം വലുതാക്കുകയാണ് ചെയ്തത്, ചെറുതാക്കുകയല്ല. മൂന്നാമത്തേതോ? 3, സത്യമെന്നത് വിശ്വസിക്കേണ്ട ഒന്നല്ല, അനുഭവിക്കേണ്ട ഒന്നാണ്. തേനിന്റെ മാധുര്യത്തെക്കുറിച്ച് 1000 പുസ്തകങ്ങൾ വായിക്കുന്നതും ഒരു തുള്ളി തേൻ നാവിൽ വയ്ക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വന്ന് സ്വയം അനുഭവിച്ചറിയൂ എന്നായിരുന്നു ബുദ്ധന്റെ ക്ഷണം. അവസാനമായ ഒരു ചിന്ത, ഈ ചർച്ചയുടെ അവസാനം. ഈ ഉറവിടങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നൊരു വെല്ലുവിളിയുണ്ട്. അടുത്ത തവണ മറ്റൊരു വിശ്വാസത്തിൽപ്പെട്ട ഒരാളുമായി സംസാരിക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തർക്കിക്കുന്നതിനു പകരം അവർക്ക് സമാധാനവും അർത്ഥവും നൽകുന്ന അവരുടെ പ്രാവർത്തികമായ ശീലങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിച്ചു നോക്കൂ. അതൊരു വലിയ മാറ്റമുണ്ടാക്കും. നിങ്ങളുടെ ദൈവം ശരിയാണോ തെറ്റാണോ എന്ന് വാദിക്കുന്നതിന് പകരം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനം നൽകുന്നത് എന്ന് ചോദിക്കുന്നത് ആ സംഭാഷണത്തെ കൂടുതൽ ആഴമുള്ളതും മനുഷ്യത്വപരവുമാക്കും. അതെ. ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം. ബുദ്ധൻ മറ്റുള്ളവരോട് ചോദിച്ച അതേ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. എന്റെ വിശ്വാസങ്ങൾ എന്തുതന്നെയായാലും അതിനപ്പുറം എന്റെ ജീവിതത്തിലെ ദുരിതം കുറയ്ക്കുന്ന, എനിക്ക് യഥാർത്ഥ സമാധാനം നൽകുന്ന പ്രവർത്തികൾ ഏതൊക്കെയാണ്? ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടുതരുന്നു.